നമസ്കാരം. എൻ്റെ പേര് ശ്രീലയ. ഞാൻ LIC ഓഫ് ഇന്ത്യയിൽ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ചില സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ളത്. അപ്പം അതിന് എനിക്ക് ധാരാളം എൻക്വയറീസ് വന്നു. അതിൻ്റെ കൂടെ ഒരുപാട് സംശയങ്ങളായിട്ട് കുറേ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സംശയം ഉള്ള കോളുകൾ വിളിച്ചത് മുഴുവനും ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്ക് എനിക്ക് മറുപടി കൊടുത്തു, കുറേ ആളുടെ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പരിചയത്തിലും സൗഹൃദ വലയങ്ങളിലൊക്കെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് കടക്കാം. എനിക്ക് വന്ന കോളുകളിൽ ഭൂരിഭാഗവും ചോദിച്ചത് അവരുടെ പ്രായത്തെക്കുറിച്ചായിരുന്നു. അതായത് എന്നെ വിളിച്ച ഗ്രാൻഡ് പാരൻസ് 60-70 ഒക്കെ വയസ്സുള്ളവരാണ്. അപ്പം അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇത്ര വയസ്സുണ്ട്, 60-70 വയസ്സുണ്ട്, ഈ ഒരു പ്രായത്തിൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, വയസ്സ് കടന്നുപോയോ എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രായത്തിലും LICയിൽ പ്ലാനുകളുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ആളുകൾ ചോദിച്ചത്, ഞങ്ങളുടെ കൊച്ചുമക്കള് വിദേശത്ത് മക്കളുടെ കൂടെയാണുള്ളത്, ഞങ്ങളിങ്ങനെ നാട്ടിലും, അപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി എങ്ങനെയാണ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. തീർച്ചയായും നിങ്ങളുടെ കൊച്ചുമക്കള് വിദേശത്തോ അല്ല ഇന്ത്യയിലോ എവിടെയായിരുന്നാലും, UK അല്ലെങ്കിൽ അമേരിക്ക, അതല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ, അങ്ങനെ ഏത് രാജ്യത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കുറച്ച് ആൾക്കാരുടെ സംശയം എന്ന് പറഞ്ഞാൽ, വിദേശത്ത് നിന്ന് വിളിച്ച ആൾക്കാരാണ്, അവർ വിദേശത്ത് തന്നെയാണുള്ളത്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. തീർച്ചയായും എനിക്കറിയാം, രക്ഷിതാക്കളെക്കാളേറെ കൊച്ചുമക്കളുടെ ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടുന്നത് നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവവായു, ജീവശ്വാസമാണ് നിങ്ങളുടെ കൊച്ചുമക്കള്. നിങ്ങൾ അവരെ അത്രയേറെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കളിക്കൂട്ടുകാരാണ് നിങ്ങളുടെ കൊച്ചുമക്കള്. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു കാര്യമാണ്, നിങ്ങളുടെ സ്വപ്നമാണ്. കുട്ടികളുടെ പാരൻസിനെക്കാട്ടിയും നിങ്ങൾക്കാണ് അവരുടെ വിവാഹത്തിൻ്റെതും അതുപോലെ അവരുടെ എന്താ പറയാ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ആകുലപ്പെടുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു കരുതലായിട്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സമ്പാദ്യം തുടങ്ങി വെക്കാം. അത് ഇത്ര എന്നില്ല, ഏറ്റവും ചെറുത് മുതൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ കഴിവിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സമ്പാദ്യം അവർക്ക് വേണ്ടി തുടങ്ങാം. അത് ഒറ്റത്തവണയായിട്ടോ അതല്ലെങ്കിൽ 60 മാസം മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും പിറന്നാളിന് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ യാതൊരു എന്താ പറയാ ലാവിഷായിട്ടെന്ന് പറയാം അല്ലേ, ഒരു ലിമിറ്റ് ഇല്ലാതെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അവർ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, ബുക്സ് വാങ്ങിച്ചു കൊടുക്കും. അതിന് കണക്ക് പറയില്ല, ലിമിറ്റില്ല. അപ്പൊ അത് നമ്മൾ ഇല്ലാത്തൊരു സമയവും ഇതുപോലെ നമ്മളുടെ പ്രതിനിധിയായിട്ട് ഒരാള് അവർക്ക് കൊടുത്താലോ നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനും നമ്മുടെ LICയിൽ ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഉള്ള കാലം നിങ്ങൾക്കും, നിങ്ങളില്ലാത്ത സമയത്ത് അവരുടെ എല്ലാ പിറന്നാളിനും എല്ലാം മറ്റ് വിശേഷ അവസരങ്ങളിലാണെങ്കിൽ അതുപോലെയും കൊച്ചുമക്കളുടെ അക്കൗണ്ടിലോട്ട് ഒരു തുക വിഷു കൈനീട്ടം പോലെ അല്ലെങ്കിൽ പിറന്നാൾ സമ്മാനം പോലെ LIC കൊടുക്കും. അതിന് നിങ്ങൾ വേണ്ടുന്നത് ഇന്ന് എത്ര നേരത്തെയാണോ
അത്രയും നേരത്തെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു നിക്ഷേപം തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ ഉള്ള സമയത്ത് നിങ്ങളില്ലാത്തൊരു കാലം അവർ നിങ്ങളുടെ അതേ പ്രായം എത്തുമ്പോഴും നിങ്ങളുടെ സ്നേഹ സമ്മാനം എന്ന രീതിയിൽ, നിങ്ങളുടെ അനുഗ്രഹ സമ്മാനം എന്ന രീതിയിൽ അവരുടെ അക്കൗണ്ടിലോട്ട് ഒരു എമൗണ്ട് വരും. അന്ന് അവരുടെ സന്തോഷം നിങ്ങൾ ഇന്നും മനസ്സിൽ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. താങ്ക് യു.